ഹലോ നമസ്കാരം, എൻ്റെ പേര് നിതിൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നാം സംസാരിക്കുന്നത് റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയായ കൊളോസിയത്തെക്കുറിച്ചാണ്. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന പ്രയോഗം കേൾക്കാത്തവരില്ലല്ലോ. BC 27 മുതൽ AD 476 വരെ നീണ്ടുനിന്ന സാമ്രാജ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അതെ, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ, റോമ സാമ്രാജ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അവിടെ നോക്കൂ, ഇറ്റലിയിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളിൽ ഏറ്റവും പ്രശസ്തമായത് ഒരു കാലത്ത് രക്തം കളം കെട്ടി നിന്ന കൊളോസിയമാണ്. അതെ, ആംഫി തിയേറ്റർ. ആംഫി തിയേറ്റർ എന്ന് കേൾക്കുമ്പോൾ ആംഫീബിയസ് ആയിട്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇവർക്ക് ഈ രക്തത്തിൽ പങ്കില്ല. ആംഫി തിയേറ്റർ എന്നാൽ തുറസായ പ്രദേശത്തെ ഭാഗികമായോ പൂർണ്ണമായോ മറയ്ക്കുകയും മറച്ച പ്രദേശത്തിൽ ഇരുന്നു കൊണ്ട് തുറസായ സ്ഥലത്തെ വീക്ഷിക്കാവുന്ന ഇരിപ്പിടങ്ങളും ആവശ്യം വേണ്ട സാധനങ്ങളും ചേർത്ത് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇന്നത്തെ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾക്ക് ഏകദേശം നമുക്ക് ആംഫി തിയേറ്ററായി സങ്കല്പിക്കാവുന്നതാണ്. എങ്കിൽ കൂടി പൗരാണിക കണക്കനുസരിച്ച് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ വ്യത്യസ്തമാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിനോദോപാധികളിൽ ഒന്നായിരുന്നു കൊളോസിയത്തിലെ ക്രൂരതകൾ. റോമും റോമൻ സാമ്രാജ്യവും കൊളോസിയവും പരാമർശിക്കുമ്പോൾ ഗ്ലാഡിയേറ്റേഴ്സിനെ എങ്ങനെ മാറ്റി നിർത്താനാവും? അതെ, ഗ്ലാഡിയേറ്റേഴ്സ് സിനിമകളിൽ കണ്ട് നാം ആവേശം കൊണ്ട ഗ്ലാഡിയേറ്റേഴ്സുകൾ ശരിക്കും ഉണ്ടായിരുന്ന പ്രദേശമാണ് റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. ഗ്ലാഡിയേറ്റേഴ്സ് അഥവാ പ്രൊഫഷണൽ ഫൈറ്റേഴ്സ്. കൊളോസിയത്തിലെ കൊടും ക്രൂര വിനോദങ്ങളിൽ പോരാടിയ യുദ്ധത്തടവുകാരോ അടിമകളോ കുറ്റവാളികളോ ആയിരുന്നു ഇവർ. ഇവർ മറ്റുള്ള ഗ്ലാഡിയേറ്റേഴ്സ്മാരോടോ വന്യജീവികളോടോ പോരാടുകയും പ്രശസ്തിയും സമ്പത്തും നേടുകയും ചെയ്തിരുന്നു. ഇത്രയും വലിയ മെഗാ സ്ട്രക്ചറിലുള്ള കൊളോസിയത്തിൽ ഭൂഗർഭ അറകളുണ്ട്. ഈ ഭൂഗർഭ അറകളിലാണ് വന്യമൃഗജീവികളെ താമസിപ്പിക്കുന്നതും യുദ്ധത്തടവുകാരെയും അടിമകളെ പാർപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു സങ്കീർണമായ ഭൂഗർഭ അറയാണ് ഹൈപ്പോജിയം എന്ന് വിളിക്കുന്നത്. ഒരു ഭൂഗർഭ അറയിൽ നിന്ന് മറ്റൊരു ഭൂഗർഭ അറയിലേക്ക് പോകാനുള്ള പാതയും ഒപ്പം തന്നെ മനുഷ്യശക്തിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രവൽകൃതമായിട്ടുള്ള പല അടി ഉയരത്തിൽ ഉയർത്താവുന്നതും താഴ്ത്താവുന്നതുമായ അരങ്ങ് കൂടി ഇതിൽ ഉൾപ്പെട്ടിരുന്നു. കൊളോസിയം ഒരിക്കലും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഭൂകമ്പങ്ങൾ, തീപിടുത്ത നാശനഷ്ടങ്ങൾ, ഗ്ലാഡിയേറ്റേഴ്സ് ഗെയിമുകളുടെ കുറവ്, നിർമ്മാണ ആവശ്യങ്ങൾക്കായി കൊളോസിയത്തിൻ്റെ സാമഗ്രികൾ ഉപയോഗിക്കൽ എന്നിവ ഉൾപ്പെടെയാണ് കൊളോസിയം ഒരു തകർന്ന കെട്ടിടത്തിലേക്ക്, ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെട്ടത്. ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോൾ ഉണ്ടായതല്ല റോമ സാമ്രാജ്യത്തിലെ നിയമവ്യവസ്ഥയും ജനജീവിതവും. വർഷങ്ങൾ കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തതാണ്. സമയവും പരിശ്രമവും സ്ഥിരോത്സാഹവുമാണ് ഏതൊരു നേട്ടത്തിൻ്റെയും പിന്നിലെന്ന് റോം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത തവണ നിങ്ങൾ ഇറ്റലി സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും റോമും സന്ദർശിക്കുക, റോമിൻ്റെ അതിജീവനം സന്ദർശിക്കുക. കൊളോസിയത്തിൽ പോയി സെൽഫി എടുക്കുമ്പോൾ പുറകിലുള്ളത് അതിജീവനത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും മണ്ണുകൂടിയാണെന്ന് ഓർക്കുക. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞാനിപ്പോൾ പറഞ്ഞതും നിങ്ങൾ കേട്ടതും റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയായ കൊളോസിയത്തെക്കുറിച്ചാണ്. മറ്റൊരു വിഷയത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.